യാത്രയിൽ കാറിൽ കിടന്ന് ഗിരിജ മയങ്ങി. രവി വിളിച്ചുണർത്തുമ്പോൾ ഗിരിജ അപരിചിതമായ എന്നാൽ മനോഹരമായ ഒരു ഗ്രാമത്തിലായിരുന്നു. ഒരു വശത്ത് ശാന്തമായി ഒഴുകുന്ന വീതിയേറിയ നദി, നദിക്കരയിൽ തളച്ചിട്ടിരിക്കുന്ന കൊച്ചു കൊച്ചു വള്ളങ്ങൾ, പൂത്ത കൊന്നയിൽ നിന്നു വീണ പൂക്കൾ നിറഞ്ഞ വഴി. ഗിരിജയുടെ വിളർത്തതും തളർന്നതുമായ മുഖം കണ്ടപ്പോൾ രവി നെറ്റിയിൽ കൈവച്ചു നോക്കി. ഗിരിജയിൽ അസാധാരണമായ ഏതോ ഒരു മാനസിക സംഘർഷം നടക്കുന്നുണ്ടെന്ന് രവിക്ക് ആദ്യമേ തോന്നിയിരുന്നു. അസുഖം തോന്നുന്നുണ്ടോ? ഇല്ല, നല്ല സുഖം തോന്നുന്നു. ഗിരിജ ചിരിച്ചു. നടക്കാനാവുമോ ചേച്ചിക്ക്? ഇല്ലെങ്കിൽ ഞാൻ ബൈക്ക് കൊണ്ടുവരാം. ഏതാണ് സുഖം? കുറേ നടക്കേണ്ടി വരുമോ? 2 കിലോമീറ്റർ. ഇറങ്ങി. ഒരു പച്ചത്തുരുത്ത്, മകരക്കാറ്റിൻ്റെ താളം. നവവും കൗതുകകരവുമായ ഒരു വികാരത്തോടെ ഗിരിജ ബാല്യത്തിലേക്കിറങ്ങി നടന്നു. ടാക്സിക്കാരന് കൂലി കൊടുത്ത് രവി ഒപ്പമെത്തി. അടുത്ത വീട്ടിലെ മാവിൽ നിന്ന് പഴുത്തൊരു മാമ്പഴം മുമ്പിൽ വീണു. നല്ല സ്വാഗതമാണല്ലോ, രവി പറഞ്ഞു. ശരിയാണ്, നല്ല സ്വാഗതം. മരങ്ങളുടെ തണലിൽ പാറക്കല്ലിൻ്റെ പുറത്തിരുന്ന് രവി ചോദിച്ചു, മാമ്പഴം മുറിച്ചു തരണോ? തുടർന്ന് ആ വീട്ടിലേക്ക് നോക്കി. അവൻ ആരെയോ വിളിച്ചു. പ്രതീക്ഷിച്ചിരുന്നതുപോലെ നിമിഷങ്ങൾക്കകം മനോഹരിയായ ഒരു പെൺകുട്ടി ഒരു സ്റ്റീൽ കത്തിയുമായി ഇറങ്ങി വന്നു. അവളുടെ ചുവന്ന സാരിയുടെ ചുവപ്പ് തട്ടി വെളുത്ത അവളുടെ കവിളിൽ കൂടി ചുവപ്പ് പടർന്നിരുന്നു. ആ പെൺകുട്ടി ഗിരിജയുടെ കയ്യിലെ മാമ്പഴം വാങ്ങി മുറിച്ചെടുത്തു. അതിനിടെ രവി 5-6 കൂടി സമ്പാദിച്ചിരുന്നു. നിന്റെ ചേട്ടൻ്റെ ബൈക്ക് എവിടെ? വീട്ടിലുണ്ട്. നമുക്ക് നടക്കാം രവി. പക്ഷേ ചേച്ചിക്ക് തളർച്ച തോന്നില്ലേ? ഇല്ല, നമുക്ക് നടക്കാം. പോകാൻ എഴുന്നേറ്റപ്പോൾ രവി ചോദിച്ചു, നീ വരുന്നോടി? തോളറ്റമുള്ള ചുരുണ്ട മുടി ഇളക്കി അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. രവി വൈകിട്ട് വരില്ലേ? വരില്ല. പിന്നെ? മറുപടി പറയാതെ രവി മുമ്പോട്ട് നടന്നു. കുറെ നടന്നപ്പോൾ രവി പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. നിഷേ, അവൾ വിളി കേട്ടു. നീ വൈകുന്നേരം വീട്ടിൽ വാ, മനസ്സിലായോ? വരില്ല. ഒന്ന് സംശയിച്ച് രവി നടത്തം തുടർന്നു. ഒട്ടുനേരത്തെ മൗനത്തിന് ശേഷം അവൻ പറഞ്ഞു, നിഷ എൻ്റെ കൂടെയാണ് പഠിക്കുന്നത്. അവൾ ചേട്ടൻ്റെ പെണ്ണാണ്. പക്ഷേ അവൾ ഒന്നും നടക്കലുണ്ടാവില്ല. ഗിരിജയ്ക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. ചിലപ്പോൾ മൗനം സുഖകരമായ ഒരനുഭവമാണ്. ഞാൻ പറഞ്ഞില്ലല്ലോ, വീട്ടിൽ അച്ഛൻ, അമ്മ, അച്ചമ്മ, ചെറിയമ്മ, എൻ്റെ ചേച്ചി, 8 ചേട്ടന്മാർ, ചേച്ചിയുടെ ഒരു മകൾ, 3 ചേട്ടന്മാരുടെ ഭാര്യമാർ, 3 വീതം കുട്ടികൾ, ചെറിയമ്മയുടെ മകൻ, ഇത്രയും പേരുണ്ട്. ഗിരിജ ചിരിച്ചുപോയി. വൈവിധ്യമാർന്ന ഒരു ലോകം കാണാം ചേച്ചിക്ക്. മുമ്പേ പരിചയപ്പെടുത്തേണ്ടത് ഒരാവശ്യമാണ്, അല്ലെങ്കിൽ ചേച്ചി അമ്പരക്കും. എപ്പോഴും ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി കാണും. ഏകാന്തത ഇഷ്ടപ്പെടുന്നവർ മുഷിഞ്ഞതു തന്നെ. എപ്പോഴാണ് തെയ്യം തുടങ്ങുക? നാളെ കാരണവർ ചേച്ചിയായിരിക്കും. ഗിരിജ ചിരിച്ചുപോയി. കൊള്ളാമല്ലോ. രവി കണ്ടിട്ടുണ്ടോ തെയ്യം? പിന്നെ. പക്ഷേ തറവാട്ടിലെ തെയ്യം കണ്ട ഓർമ്മയില്ല. എത്ര ദിവസം ഉണ്ടാകും? 5. ഒരു ഇറക്കവും ചെറിയ കയറ്റവും കഴിഞ്ഞ് നടക്കുമ്പോൾ കാടുപോലെ നിബിഡമായ കാവ് ചൂണ്ടി രവി പറഞ്ഞു, അതാണ് വീട്. പുതുതായി വീണു കിട്ടിയ സ്നേഹത്തിൻ്റെ മടിത്തട്ടിൽ ഉറക്കുഗുളികകളുടെ സഹായം ആവശ്യമില്ലാത്ത രാത്രി. ഗിരിജ ഉണർന്നു കിടന്നു. ഒരുങ്ങി വന്ന ചേച്ചിമാർ സ്നേഹത്തോടെ അവളെ വിളിച്ചു. പിന്നെ കാണാം ചേച്ചി. അപ്പോൾ അങ്ങനെ കിടക്കാനാണ് സുഖം. പതുക്കെ കറങ്ങുന്ന സീലിംഗ് ഫാൻ, ചെണ്ടകൊട്ടിൻ്റെ ശബ്ദം. തെയ്യം നടക്കുന്ന പന്തലിൽ നിന്ന് ഒരലർച്ച. ഗിരിജ ഒരു നിമിഷം ഭയന്നുപോയി.